ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനൂസ് കേക്ക്സ് ആൻഡ് ഫുഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ഉള്ളിത്തീയലിൻ്റേതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തീയലിന് ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാം. അതിനായി 1.25 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരല്പം കറിവേപ്പിലയും ഒരു 4-5 ചെറുള്ളിയും ഒരു 1/4 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് തേങ്ങയൊന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. തേങ്ങ വറുത്തെടുക്കുമ്പോഴത്തേക്കിനും ലോ ഫ്ലെയിമിലായിരിക്കാൻ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും. കുറച്ചധികം നേരം എടുക്കും തേങ്ങയൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആവാനായിട്ട്. അതുവരെ ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഏകദേശം തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്ക് കളർ ആവണം. ഇതുപോലെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വരണം. ഇതുപോലെ ആകുമ്പോഴേക്കും ഇനി പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഏകദേശം ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1/4 ടീസ്പൂൺ വരെ മുളക് പൊടി ഇടാം. കാരണം നമ്മൾ കുരുമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നതിനായിട്ട് 1 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ചേർത്തിട്ടൊന്ന് തീയലുണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. സാമ്പാർ പൊടി കൂടെ ചേർത്തിട്ട് പൊടികളൊക്കെ ഒന്ന് മൂക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ കൂട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണം. ഉണക്കത്തേങ്ങയാണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല രീതിയിൽ എണ്ണ തെളിഞ്ഞു വരും. എൻ്റെ അടുത്ത് ഉണക്കത്തേങ്ങയല്ല, അതുകൊണ്ട് ഞാൻ വെള്ളം ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നത്. തേങ്ങയൊക്കെ ഒന്ന് തണുക്കുന്ന നേരം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1.25 കപ്പ് ചെറുള്ളി കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതിട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നല്ല വലിയ പഴുത്ത തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എണ്ണയൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാണ്ട് തന്നെ ഇതൊന്ന് വഴറ്റിയെടുത്താൽ മതി. ചെറിയ ഉള്ളി അരിഞ്ഞതിന് ശേഷമാണ് 1.25 കപ്പ്. തീയലിന് നല്ല പുളി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ടതിന് ശേഷം അല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പുളിവെള്ളം ചേർക്കുന്നില്ല, കാരണം തക്കാളിയുടെ പുളി മാത്രം മതിയാകും. ഇവിടെ കുട്ടികൾക്ക് അത് വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പുളി ചേർക്കാത്തത്. അല്ലാണ്ട് തന്നെ തീയൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഉള്ളിയും തക്കാളിയും ഒക്കെ ഏകദേശം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. എണ്ണയൊന്നും ചേർത്ത് കൊടുക്കാതെ തന്നെ ഇപ്പോൾ വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. ഇനി തീയലിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുവരെയ്ക്ക് ഈ കറിക്ക് ഉപ്പൊന്നും ചേർത്തിട്ടില്ല, പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കണം, എന്നാലേ ഈ കറിക്ക് നല്ല കളറും എണ്ണയും തെളിഞ്ഞു വരത്തുള്ളൂ. ഇപ്പോൾ കറിയൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിലോട്ടാക്കുവാണ്. ഇടയ്ക്ക് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൂടി ചെയ്യണം. ഇതുപോലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. തീയൽ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് ചെറുള്ളി ചെറുതായി വട്ടത്തിനരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് കയ്യിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടിയിട്ടൊന്ന് താളിച്ചെടുക്കാം. എന്നിട്ടിത് ചൂടോടുകൂടി തന്നെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ തീയൽ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.